Good morning, students. In mobile communication, I am going to cover three topics in cellular wireless network. First one, handoff. Second one, first generation analog cellular networks. And the third one, second generation cellular system, TDMA. First generation analog cellular networks. 1980s ടൈം പീരീഡിലൊക്കെ യൂസ് ചെയ്തിരുന്ന സെല്ലുലാർ ടെലിഫോൺ സർവീസ് സിസ്റ്റമാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ജനറേഷൻ ടൈമിൽ സെല്ലുലാർ ടെലിഫോൺ നെറ്റ്വർക്ക്സ് പ്രൊവൈഡ് ചെയ്തിരുന്നത് അനലോഗ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടായിരുന്നു. നമുക്കറിയാം രണ്ട് ടൈപ്പ് സിഗ്നൽസ് ഉണ്ട്, അനലോഗ് സിഗ്നൽ ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ. സോ ഇവിടെ യൂസ് ചെയ്തിരുന്നത് അനലോഗ് ട്രാഫിക് ചാനൽസ് ആയിരുന്നു. എന്താ ട്രാഫിക് ചാനൽസ്? രണ്ട് യൂസേഴ്സ് തമ്മിൽ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ചാനൽസ്. കോമൺലി യൂസ് ചെയ്തിരുന്ന ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം AMPS ആയിരുന്നു, അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സർവീസ്. ഫസ്റ്റ് ജനറേഷൻ ഓപ്പറേഷൻ. ഈ ഫസ്റ്റ് ജനറേഷനിൽ സർവീസസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇൻ ഈച്ച് AMPS, ഓരോ AMPS സപ്പോർട്ട് ചെയ്യുന്ന സെല്ലുലാർ ടെലിഫോണിലും അതിൻ്റെ റീഡ് ഓൺലി മെമ്മറി, ദാറ്റ് മീൻ റോമിൽ ഒരു ന്യൂമറിക് അസൈൻമെൻറ്റ് മൊഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നാം ന്യൂമറിക് അസൈൻമെൻറ്റ് മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ നാം യൂസ് ചെയ്യുന്നത്? ദ നാം കണ്ടെയ്ൻസ് ദ ടെലിഫോൺ നമ്പർ ആൻഡ് ദ സീരിയൽ നമ്പർ ഓഫ് ദ ഫോൺ. അപ്പോൾ ഒരു ടെലിഫോണിന് ടെലിഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ടെലിഫോൺ സർവീസ് പ്രൊവൈഡർ ആയിരിക്കും, അതേപോലെ സീരിയൽ നമ്പർ ടെലിഫോൺ മാനുഫാക്ചർ ആണ്. സോ ഈ രണ്ട് നമ്പറും സ്റ്റോർ ചെയ്തിരിക്കുന്നത് നാമിലായിരിക്കും. ഓക്കെ, എപ്പോഴാണോ ഈ ഫോൺ ടേൺ ഓൺ ചെയ്യുന്നത്, ഈ ഫോൺ MTSOയിലേക്ക്, മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സ്വിച്ചിങ് ഓഫീസിലേക്ക് ഈ സീരിയൽ നമ്പറും ഫോൺ നമ്പറും ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് ദ MTSO മെയിൻറ്റെയിൻ എ ഡാറ്റാബേസ് വിത്ത് ഇൻഫോർമേഷൻ അബൌട്ട് മൊബൈൽ യൂണിറ്റ്. MTSO ഈ മൊബൈൽ യൂണിറ്റിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഡാറ്റാബേസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഏതൊക്കെ നമ്പേഴ്സിലാക്കാണ് കോൾ ചെയ്തത്, അതേപോലെ ഏത് ടൈമിലാണ് കോൾ ചെയ്തത്, ഓരോ നമ്പേഴ്സിലേക്കുള്ള കോൾ ഡ്യൂറേഷൻ എത്രയാണ്, ഈ എല്ലാ ഇൻഫോർമേഷനും ഓരോ ഫോൺ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ എന്തിനാണ് ഇങ്ങനെ ഡാറ്റാബേസിൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്? The MTSO uses the telephone number for billing purpose. Next one, spectral allocation. In first generation, 225 MHz band allocated to AMPS and it allowed total of 416 channel per operator. Out of 416, 21 channels control channel വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിമൈൻ 395 channels കോൾസ് ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. And the control channel operating at 10 kilobits per second, and the conversation channel carry the conversation in analog using frequency modulation. ഫസ്റ്റ് ജനറേഷനിൽ ഒരു കോൾ പ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ഒക്കർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ സബ്സ്ക്രൈബർ ഇനീഷ്യേറ്റ്സ് എ കോൾ by keying in the telephone number of the called party and presses the send key. ഏത് നമ്പറിലേക്കാണോ കോൾ ചെയ്യേണ്ടത് ആ നമ്പർ പ്രസ് ചെയ്ത് കോൾ ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ MTSO വെരിഫൈസ് ദാറ്റ് ദ ടെലിഫോൺ നമ്പർ ഈസ് വാലിഡ്. ഈ കോൾ ചെയ്ത നമ്പർ വാലിഡ് ആണോ, അതുപോലെ ഈ കോൾ ചെയ്ത പേഴ്സൺ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് ഈ ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് കോൾ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ, ഇതെല്ലാം MTSO വെരിഫൈ ചെയ്യും. ആൻഡ് ദ തേർഡ് വൺ, ദ MTSO ഇഷ്യൂസ് എ മെസ്സേജ് ടു ദ യൂസേഴ്സ് സെൽ ഫോൺ. ഈ മെസ്സേജ് എന്ന് പറയുന്നത് ഈ രണ്ട് യൂസേഴ്സ് തമ്മിൽ ഈ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ, സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഏത് ട്രാഫിക് ചാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇൻഫോർമേഷൻ ആണ് ഈ മെസ്സേജിൽ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, ദ ഫോർത്ത് വൺ, ദ MTSO സെൻഡ്സ് ഔട്ട് എ റിംഗിങ് സിഗ്നൽ ടു ദ കോൾഡ് പാർട്ടി. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, when the called party answer, called party കോൾ അറ്റൻഡ് ചെയ്താൽ MTSO ആ രണ്ട് പാർട്ടീസ്, കോൾഡ് ആൻഡ് കോൾഡ് പാർട്ടീസിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ആൻഡ് ഇറ്റ് ഇനീഷ്യലൈസ് ബില്ലിംഗ് ഇൻഫോർമേഷൻ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, when party hang up
MTSO അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സർക്യൂട്ട് റിലീസ് ചെയ്യും, വോയിസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ചാനൽ ട്രാഫിക് ചാനൽ ഫ്രീ ചെയ്യും, ആൻഡ് ഇറ്റ് കംപ്ലീറ്റ് ദ ബില്ലിംഗ് ഇൻഫോർമേഷൻ. ദെൻ ദ കോൾ എൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് AMPS കൺട്രോൾ ചാനൽ ഫ്രെയിം സ്ട്രക്ചർ. നിങ്ങളുടെ നെക്സ്റ്റ് അസൈൻമെൻറ്റ് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ AMPS കൺട്രോൾ ചാനൽ ഫ്രെയിം സ്ട്രക്ചർ. ഈ പിക്ചർ ഡ്രോ ചെയ്യുക, ദെൻ ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ, റിവേഴ്സ് കൺട്രോൾ ചാനൽ RCC frame structure. In RCC frame structure, first 48 bit is used for precursor. Out of 48, first 30 bits used for bit synchronization and 11 bit used for word synchronization, and the remaining 7 bit is used for DCC, digital color coding. ഓക്കെ, ഇൻ RCC വേർഡ് സൈസ് എന്ന് പറയുന്നത് 48 ബിറ്റ് ആണ്. അതുപോലെ ഫ്രെയിം സൈസ് ഈസ് 240 ബിറ്റ്സ്. സോ ഒരു ഫ്രെയിമിൽ, സോ ഈ ഫസ്റ്റ് 5 വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു ഫ്രെയിം. സോ ഒരു ഫ്രെയിമിൽ 5 വേർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ആ 5 വേർഡും സെയിം തന്നെയാണ്. വേർഡ് 1, വേർഡ് 1. സോ ഒരു വേർഡ് 1ഉം അതിൻ്റെ 4 കോപ്പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലോസ് വരാതെ റിക്കവറി ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വേർഡും അതിൻ്റെ 4 കോപ്പീസും സെയിം ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഫ്രെയിം വേർഡ് 2 ആൻഡ് 4 കോപ്പീസ് ഓഫ് വേർഡ് 2 ഇൻ ദ സെയിം ഫ്രെയിം. ഓക്കെ, ഇതാണ് റിവേഴ്സ് കൺട്രോൾ ചാനൽ ഫ്രെയിം സ്ട്രക്ചർ. ഇൻ ഫോർവേഡ് കൺട്രോൾ ചാനൽ ഫ്രെയിം സ്ട്രക്ചർ, ഫസ്റ്റ് 21 ബിറ്റ് യൂസ്ഡ് ഫോർ സിങ്ക്രണൈസേഷൻ. ഫസ്റ്റ് 10 ബിറ്റ് സിങ്ക്രണൈസേഷനും റിമൈൻ 11 ബിറ്റ് വേർഡ് സിങ്ക്രണൈസേഷനും യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു വേർഡ് സൈസ് എന്ന് പറയുന്നത് 40 ബിറ്റ് ആണ്. ഒരു ഫ്രെയിമിൽ 2 വേർഡ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ആ 2 വേർഡും ഡിഫറെൻ്റ് ആയിരിക്കും, വേർഡ് A ആൻഡ് വേർഡ് B. സോ ഇതാണ് ഒരു ഫ്രെയിം. ഇവിടെ റിക്കവറി ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സെയിം ഫ്രെയിമിൻ്റെ തന്നെ 4 കോപ്പീസ് സെൻഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഫ്രെയിം word A, word B, and second frame again word A, word B, then third, fourth, fifth, same frame തന്നെ 5 times സെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഫോർവേഡ് കൺട്രോൾ ചാനൽ ഫ്രെയിം സ്ട്രക്ചർ. നെക്സ്റ്റ് ടോപ്പിക്, സെക്കൻഡ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റം. ഇൻ സെക്കൻഡ് ജനറേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ ട്രാഫിക് ചാനൽസ് ആണ്. എല്ലാ ഡാറ്റാസും എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. And it use error detection and correction techniques. And in second generation, channels share ചെയ്യാൻ വേണ്ടി 2 ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് TDMA and കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് CDMA. ഈ ഒരു ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ഈ സെക്കൻഡ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റം ഹൈ ക്വാളിറ്റി, ഗ്രേറ്റർ കപ്പാസിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതുമാത്രമല്ല ഹയർ ഡാറ്റ റേറ്റ്സ് ഒക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, സെക്കൻഡ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റം വിത്ത് TDMA. ഫസ്റ്റ് പോയിന്റ്, TDMA ഡിസൈൻ കൺസിഡറേഷൻ. ഇപ്പോൾ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്പീച്ച് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ആ റിക്വയർമെൻറ്റ്സ് ആണ് TDMA ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ലോജിക്കൽ ചാനൽസ്. നമ്പർ ഓഫ് ടൈം സ്ലോട്ട്സ് ഇൻ TDMA frame is 8. And the next point, maximum cell radius is 35 kilometer. സെക്കൻഡ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റത്തിലെ ഒരു സെല്ല് മാക്സിമം ഒരു 35 കിലോമീറ്റർ വരെ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തുകൊണ്ട് ഒരു ഏരിയയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ, ഫ്രീക്വൻസി. ഈ മൊബൈൽ റേഡിയോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അറൌണ്ട് 900 MHz ഫ്രീക്വൻസിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ, മാക്സിമം വെഹിക്കിൾ സ്പീഡ് 250 km/h or 69.4 m/s. അത്രയും സ്പീഡിൽ ഒരു വെഹിക്കിൾ മൂവ് ചെയ്താലും അവിടെ ഒരു ഇൻട്രപ്റ്റ് ഒന്നും വരാതെ ഹൈ ക്വാളിറ്റി സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാൻ യൂസിങ് TDMA പോസിബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, മാക്സിമം കോഡിംഗ് ഡിലേ അപ്രോക്സിമേറ്റ്ലി 20 millisecond.
ഒരു വോയിസ് കോൺവെർസേഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിലേ എന്ന് പറയുന്നത് ലെസ് ദാൻ 20 മില്ലി സെക്കൻഡ് ആയിരിക്കണം. ഡിലേ കൂടുന്നതിനനുസരിച്ചിട്ട് ആ വോയിസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ കോളിന്റെ ക്വാളിറ്റി കുറയല്ലേ ചെയ്യാം. സോ മാക്സിമം ഡിലേ എന്ന് പറയുന്നത് ലെസ് ദാൻ 20 മില്ലി സെക്കൻഡ് ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, മാക്സിമം ഡിലേ സ്പ്രെഡ് ഈസ് 10 മൈക്രോസെക്കൻഡ്. എന്താണ് ഡിലേ സ്പ്രെഡ്? ഇപ്പോൾ സെയിം ആൻറ്റിന അറ്റ് എ ടൈം ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സിഗ്നൽസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ആൻറ്റിനയിൽ ഉണ്ടാവുന്ന പ്രൊപ്പഗേഷൻ ഡിലേ, ആ ഒരു ഡിലേ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 മൈക്രോസെക്കൻഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ബെറ്റർ ക്വാളിറ്റി കോൺവെർസേഷൻ പോസിബിൾ ആവുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ബാൻഡ്വിഡ്ത്ത് not to exceed 200 kilohertz corresponding to 25 kilohertz per channel. Okay, this is the mobile wireless TDMA design consideration. Next one, second generation cellular system TDMA time slot design. First one, speech coding. Speech coding il speech coder ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് ഒരു മിനിമം ഡാറ്റ റേറ്റിൽ സ്പീച്ച് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ അത് സ്പീച്ച് സാമ്പിളിലേക്ക് കൊടുക്കുന്നു. സ്പീച്ച് സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് ബിറ്റ്സ്, 240 ബിറ്റ് സൈസുള്ള ഒരു സ്പീച്ചാണ് സ്പീച്ച് സാമ്പിൾ എന്ന് പറയുന്നത്. സോ അതിൽ എറർ കറക്ഷൻ കോഡ് അപ്ലൈ ചെയ്യുന്നു. ദെൻ അതിന്റെ റിസൾട്ടാണ് സ്പീച്ച് ബ്ലോക്ക് എന്ന ഫീൽഡിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന്, മാക്സിമം ഡ്യൂറേഷൻ എത്രയാണെന്ന് സെറ്റ് ചെയ്തിരിക്കണം. അതുമാത്രമല്ല ട്രെയിനിങ് സീക്വൻസ് ഫോർ അഡാപ്റ്റീവ് ഫിൽറ്റർ സെറ്റ് ചെയ്തിരിക്കണം. ഈ ട്രെയിനിങ് സീക്വൻസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മൂവിങ് മൊബൈൽ യൂണിറ്റ് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിലേ ഉണ്ടായിരിക്കാം. സോ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രെയിനിങ് സീക്വൻസ്. സോ നെക്സ്റ്റ് ബേഴ്സ് ഡിസൈൻ, അതായത് ബേഴ്സ് പീരീഡ് ഡിസൈൻ ചെയ്യുന്നു, ദെൻ ഡിസൈൻ മൾട്ടിപ്ലെക്സ് ചെയ്യുന്നു, ദെൻ ഫൈനൽ ബേഴ്സ്റ്റ് ഡിസൈൻ ചെയ്യുന്നു. ഒരു ഫ്രെയിം സ്ട്രക്ചറിൽ ടൈം സ്ലോട്ടിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള ടൈം സ്ലോട്ടിനെയാണ് ബേഴ്സ് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് TDMA ടൈം സ്ലോട്ട്. സോ ഫസ്റ്റ് ഡാറ്റ സെൻഡ് ചെയ്യാൻ 0.24 മില്ലി സെക്കൻഡ് ടൈം, ലെസ് ദാൻ 0.24 മില്ലി സെക്കൻഡിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ട്രെയിനിങ് സീക്വൻസ് ബേസ് സ്റ്റേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിലേ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 0.06 മില്ലി സെക്കൻഡ് ടൈം യൂസ് ചെയ്യുന്നുണ്ട്. അഗെയിൻ ഡാറ്റ ട്രാൻസ്മിഷൻ. ദെൻ ലാസ്റ്റ് ഗാർഡ്. ഈ ഗാർഡ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ഗാർഡ് ബിറ്റ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ഓവർലാപ്പിംഗ്. ഒരു ഫ്രെയിം സ്ട്രക്ചർ വേറൊരു ഫ്രെയിം സ്ട്രക്ചറായിട്ട് ഓവർലാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിറ്റാണ് ഗാർഡ് ബിറ്റ്. നെക്സ്റ്റ് ടോപ്പിക് GSM കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും GSM, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. 1990s ടൈമിൽ യൂറോപ്പിലാണത് ഫസ്റ്റ് GSM ടെക്നോളജി യൂസ് ചെയ്ത് തുടങ്ങിയത്. സോ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ സെല്ലുലാർ ഫോൺ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഈ GSMൽ ട്രാൻസ്മിഷനിൽ എല്ലാം എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് GSM ആർക്കിടെക്ചർ നോക്കാം. GSM ആർക്കിടെക്ചറിൽ മെയിനായിട്ട് 3 കമ്പോണൻസ് ഉണ്ട്: മൊബൈൽ സ്റ്റേഷൻ, ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് സബ്സിസ്റ്റം. ഫസ്റ്റ് വൺ മൊബൈൽ സ്റ്റേഷൻ. മൊബൈൽ സ്റ്റേഷനിലാണ് ME മൊബൈൽ എക്യുപ്മെൻറ്റും സിം, നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന സിം കാർഡില്ലേ, അതന്നെയാണ് ഈ സിം എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തതാണ് മൊബൈൽ സ്റ്റേഷൻ. സോ മൊബൈൽ സ്റ്റേഷൻ, ഫസ്റ്റ് വൺ മൊബൈൽ എക്യുപ്മെൻറ്റ്. It is the physical terminal such as telephone or personal communication service device. It include, that means telephone include radio trans receiver, transmissionum receiverനും വേണ്ടിയിട്ടുള്ള സെക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ, SIM, that means SIM card. It store the subscribers identification number, that means മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സബ്സ്ക്രൈബർ ഏതാണ്, എൻക്രിപ്ഷൻ കീ ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആൻഡ് സബ്സ്ക്രൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം സിമ്മിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് പാർട്ട് ഈസ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ കൺട്രോളറും അതിൻ്റെ അണ്ടറിൽ ഒരുപാട് ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ
ബേസ് ട്രാൻസ് റിസീവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് സെല്ലാണ് കേട്ടോ. ഒരു സെല്ലിൽ ബേസ് സ്റ്റേഷൻ ഇല്ലേ. സോ ഇതെല്ലാം ഓരോ സെല്ലിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം. ഫസ്റ്റ് വൺ ബേസ് സ്റ്റേഷൻ സിസ്റ്റം, അതല്ലെങ്കിൽ ബേസ് ട്രാൻസ് റിസീവർ സിസ്റ്റം. ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സോ ഇറ്റ് ഡിഫൈൻ എ സിംഗിൾ സെൽ. ദാറ്റ് മീൻ ഒരു സെല്ലിന് ഒരു ബേസ് സ്റ്റേഷൻ. ഇറ്റ് ഇൻക്ലൂഡ് റേഡിയോ ആൻറ്റിന ആൻഡ് റേഡിയോ ട്രാൻസ് റിസീവർ. And the GSM cell can have a radius between 100 meter and 35 kilometer. ഒരു GSM സെല്ലിന് മാക്സിമം 85 കിലോമീറ്റർ ഏരിയയിൽ വരെ, അത്രയും റേഞ്ചിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഇറ്റ് യൂസ്ഡ് ഫോർ കൺട്രോൾ മൾട്ടിപ്പിൾ സെൽസ്. ദാറ്റ് മീൻ ഈ ബേസ് സ്റ്റേഷനെ കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് മാനേജ് ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ പേജിങ്. ആൻഡ് നെക്സ്റ്റ് വൺ നെറ്റ്വർക്ക് സബ്സിസ്റ്റം. നെറ്റ്വർക്ക് സബ്സിസ്റ്റത്തിലെ ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറയുന്നത് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആണ്. ഓക്കെ, ഈ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്കിനോട് കണക്റ്റഡ് ആയിരിക്കും. അത് മാത്രമല്ല ഇവിടെ 4 ഡാറ്റാ ബേസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഈ തേർഡ് വൺ നെറ്റ്വർക്ക് സബ്സിസ്റ്റം. ഇറ്റ് പ്രൊവൈഡ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ സെല്ലുലാർ നെറ്റ്വർക്ക് ആൻഡ് ദ പബ്ലിക് സ്വിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. ആൻഡ് ദ നെറ്റ്വർക്ക് സബ്സിസ്റ്റം control handoff operation between mobile unit and base station, and it authenticate users. അപ്പോൾ യൂസേഴ്സിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ അക്കൗണ്ട്സ് എല്ലാം വാലിഡേറ്റ് ചെയ്യുന്നതൊക്കെ ഈ നെറ്റ്വർക്ക് സബ്സിസ്റ്റം ആണ്. ആൻഡ് ഇറ്റ് ഇനേബിൾ വേൾഡ് വൈഡ് റോമിംഗ് ഓഫ് മൊബൈൽ. ആൻഡ് നെക്സ്റ്റ് നെറ്റ്വർക്ക് സബ്സിസ്റ്റത്തിൽ 4 ഡാറ്റാബേസ് ഉണ്ട്. ഫസ്റ്റ് വൺ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ ഡാറ്റാബേസ് and authentication center, equipment identity register database, and home location register database. First one, home location register database. It stores both permanent and temporary information about each of the subscribers. And next one, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ ആണ് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ ഡാറ്റാബേസ്. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിനോടാണ്. ഓക്കെ, സോ ഇറ്റ് സ്റ്റോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ സബ്സ്ക്രൈബർ ആൻഡ് ഇറ്റ് റെക്കോർഡ് വെദർ ഓർ നോട്ട് ദ സബ്സ്ക്രൈബർ ഈഫ് ആക്റ്റീവ്. And for a call coming from subscriber, the VLR is used to initiate the call. Okay. And the third database is Authentication Center database. It is used for authentication activities of the system. And it holds authentication and encryption key. ഹോം ലൊക്കേഷൻ രജിസ്റ്ററിലും വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓതൻറ്റിക്കേഷൻ അല്ലെ എൻക്രിപ്ഷൻ കീ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഓതൻറ്റിക്കേഷൻ സെൻറ്റർ ഡാറ്റാബേസിലാണ്. അപ്പോൾ അവിടെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. അവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രീം സിഫർ AFI എന്ന് പറയുന്ന ടെക്നിക്സും അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് അവിടെ എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ ഡാറ്റാബേസ്. It keeps track of the type of equipment that exists at the mobile station, and it plays a major role in security. മൊബൈൽ എക്യുപ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മൊബൈൽ സ്റ്റോളൻ ചെയ്തു, സോ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ GSM ഫ്രെയിം ഫോർമാറ്റ്. In GSM, one hyperframe equal to 2048 superframe, and it takes approximately 3 hours and 29 minutes to transfer one hyperframe. ഒരു സൂപ്പർ ഫ്രെയിം എന്ന് പറയുന്നത് 51 മൾട്ടി ഫ്രെയിംസ് ആണ്. സോ ഒരു സൂപ്പർ ഫ്രെയിം ട്രാൻസ്ഫർ ചെയ്യാൻ 6.12 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. ആൻഡ് വൺ മൾട്ടി ഫ്രെയിം ഈക്വൽ ടു 26 ഫ്രെയിം. ഒരു മൾട്ടി ഫ്രെയിമിൽ 26 ഫ്രെയിംസ് ഉണ്ടായിരിക്കും. ഒരു മൾട്ടി ഫ്രെയിം ട്രാൻസ്ഫർ ചെയ്യാൻ 120 മില്ലി സെക്കൻഡ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൺ ഫ്രെയിം ഈക്വൽ ടു 8 ടൈം സ്ലോട്ട്സ്. TDMA ഡിസൈൻ കൺസിഡറേഷനിൽ ഫസ്റ്റ് റിക്വയർമെൻറ്റ്
number of logical channel or number of time slots in TDMA frame equal to 8 എന്ന് പറഞ്ഞിരുന്നു. സോ അതാണ് one frame equal to 8 time slot and ഒരു ഫ്രെയിം പാസ് ചെയ്യാൻ 4.615 millisecond ടൈം അത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൺ ടൈം സ്ലോട്ട് ഈക്വൽ ടു 156.25 ബിറ്റ് ഡ്യൂറേഷൻ or it take 0.577 millisecond. ടൈം സ്ലോട്ടിൽ ഫസ്റ്റ് 3 ബിറ്റ് ട്രെയിൽ ബിറ്റ്സ് ആണ്. സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടാണ് ട്രെയിൽ ബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. Then next 57 encrypted bit data encrypt ചെയ്തിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാനാണ് 57 encrypted bit. Then stealing bit. ഈ ഒരു ബ്ലോക്ക് അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്? അത് സ്പെസിഫൈ ചെയ്യാനാണ് ഈ സ്റ്റീലിംഗ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. Then 26 bit used for training sequence and next 57 data encrypted bits transfer ചെയ്യുന്നു. Then stealing bit, trail bit and last guard bit. Guard frames തമ്മിൽ overlap avoid ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് GSM frame format. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.